കോൺഗ്രസ് നേതാക്കൾ പല്ലുകുത്തി മണപ്പിക്കുന്നത് ദയവായി നിർത്തണം. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ പിണറായി ഭരണത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിങ്ങളെ ഭരണത്തിലേറ്റുവാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തത്. ഇത് മനസ്സിലാക്കുവാൻ എല്ലാ കോൺഗ്രസ് നേതാക്കളും തയ്യാറാകണം. വ്യക്തിയെ കണ്ടുകൊണ്ടല്ല ആരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വോട്ട് ചെയ്തത്. മറിച്ച് നിങ്ങളെ നേതാക്കന്മാരാക്കിയ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനം ഉയർത്തിയ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതായത് ജാതി സെൻസസ് നടപ്പാക്കണം എന്ന ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന, അതുപോലെ തന്നെ കേരളത്തിലും ഭാരതത്തിലും പിന്നോക്ക സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ ശ്രീ നാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേണ വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന ഈ സങ്കല്പം കേരളത്തിൽ നടപ്പാക്കുന്നതിന് വിഘാതമായി നിലകൊള്ളുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയായ നേതാവിൻ്റെ ജൽപ്പനങ്ങൾക്കെതിരെ ശ്രീ VD സതീശൻ എടുത്ത കൃത്യവും വ്യക്തവുമായ നടപടി, ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരനായ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ആര് അധികാരത്തിൽ വന്നാലും മനസ്സിലാക്കണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതല്ലാതെ പണത്തിന് വേറെ പരന്തും പറക്കില്ല എന്ന രീതിയിൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആസനം താങ്ങുവാനും അയാളുടെ വീട്ടിലെ കരിമീൻ കറിയും കള്ളും കുടിക്കുവാനും ദയവായി കോൺഗ്രസ് നേതാക്കന്മാർ പോകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കേസിലെ പ്രതികളെ കൽത്തുറങ്കിലടയ്ക്കുവാൻ അവസരമൊരുക്കുന്നതിന് പകരം അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കേസ് ഡയറി കൊടുക്കാതെ അന്വേഷണം പൂർത്തീകരിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകാതെ വെച്ച് താമസിപ്പിച്ച് അവസരമൊരുക്കിയ പിണറായി വിജയൻ നടപടി തിരുത്തുവാൻ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ സാധാരണക്കാർ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം പിൻവാതിൽ നിയമനം നിർത്തി PSC മുഖേനയും അതോടൊപ്പം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും തൊഴിൽ നൽകുന്ന മാന്യമായ നടപടി തുടങ്ങണം എന്നുമാണ് അഭ്യർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം തമ്മിത്തല്ലാതെ ദയവായി ഈ സമയം നോക്കി നിങ്ങൾ കേരളത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ CPM പണപ്പിരിവ് നടത്തുന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ താൽക്കാലിക ജീവനക്കാരിയായോ ജീവനക്കാരനായോ ഒരാൾക്ക് ജോലി കൊടുത്തതിന് ശേഷം പാർട്ടി ലെവി എന്ന പേരിൽ പണം പിരിച്ച് പുട്ടടിക്കുന്ന CPMൻ്റെ ആ അവസരത്തെ യാതൊരു മടിയും കൂടാതെ നിർത്തലാക്കുവാൻ വേണ്ടി നടപടികളാണ് ചെയ്യേണ്ടത്. അല്ലാതെ തെരുവിൽ ഫ്ലെക്സ് വെച്ചും പ്രകടനം നടത്തിയും സ്വന്തം പല്ല് കുത്തിമണപ്പിക്കുന്ന നാണംകെട്ട നടപടിയിൽ നിന്നും കോൺഗ്രസും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രവർത്തകരും, ഈ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരും മുന്നോട്ട് വരണം എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇല്ല എങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥയിലേക്ക് പരിണമിക്കുമെന്നതിൽ ആരും സംശയിക്കേണ്ട. കാരണം ഇന്ന് കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും മൂന്നാമതൊരു ചോയ്സുണ്ട്. ഇടതുപക്ഷമില്ല എങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് വിടുന്നവന് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരാം, ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിടുന്നതിന് ഇടതുപക്ഷത്തേക്ക് പോകാം എന്നതായിരുന്നു പണ്ടത്തെ അവസ്ഥയെങ്കിൽ ഇന്ന് ആ അവസ്ഥ മാറി പകരം NDA എന്ന് പറയുന്ന BJP നയിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി കേരളത്തിലുണ്ട് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു.